ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാമെന്ന്. അതിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മെയിനായിട്ടൊരു 8 ടോപ്പിക്സോളാണ് വരുന്നത്. നമ്മളെടുത്ത് പറയുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം, 1857 വിപ്ലവം, INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക മത നവോത്ഥാനങ്ങൾ, ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, വർത്തമാന പത്രങ്ങൾ, സാഹിത്യം, കല എന്നിവ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നിങ്ങനെ 8 മെയിൻ ടോപ്പിക്സാണുള്ളത്. അതിൽ തന്നെ നമുക്ക് ആദ്യം ബ്രിട്ടീഷ് ആധിപത്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരുടെയും വരവിന് ശേഷം എത്തുന്നവരാണ് ബ്രിട്ടീഷുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് 1600 ഡിസംബർ 31-നാണ്. ഈ കമ്പനിയുടെ രൂപീകരണത്തിന് ശേഷം അവിടുത്തെ എലിസബത്ത് രാജ്ഞി ഒരു റോയൽ ചാർട്ടർ പുറപ്പെടുവിപ്പിക്കുന്നു. അതുപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്താനുള്ള, ട്രേഡ് ചെയ്യാനുള്ള അനുമതി കിട്ടുന്നു. അങ്ങനെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹം 1601 ഏപ്രിലിൽ ഈസ്റ്റ് ഇൻഡീസിലേക്ക് പുറപ്പെട്ടു. 4 കപ്പലുകളാണ് അവിടെ നിന്ന് തിരിച്ചത്. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നിങ്ങനെ 4 കപ്പലുകൾ. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. ഈ 4 കപ്പലുകൾ 18 മാസങ്ങൾക്ക് ശേഷം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. മടങ്ങിയെത്തുമ്പോൾ കുരുമുളകും മറ്റുൽപ്പന്നങ്ങളും എല്ലാം ശേഖരിച്ചുകൊണ്ടാണ് മടങ്ങിയെത്തുന്നത്. അതിനുശേഷം ഈ കപ്പലുകൾ രണ്ടാം ദൗത്യം ആരംഭിച്ചു. 1604 മാർച്ചിലാണ് രണ്ടാം ദൗത്യം ആരംഭിക്കുന്നത്. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യമേ പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷപ്പെടുത്തി. പക്ഷേ സൂസൻ തകർന്നു പോയിരുന്നു. 1606 മെയ് മാസത്തിലാണ് ഈ 4 കപ്പലുകൾ തിരിച്ച് ഇംഗ്ലണ്ടിലെത്തുന്നത്. 4 കപ്പലുകളല്ല, 3 കപ്പലുകൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. എന്നിട്ടും ഒരു കപ്പൽ തകർന്നു പോയിട്ടും കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് മുടക്കുമുതലിലെ 95%. ഇതാണ് അതിൻ്റെ ആദ്യം ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ജോൺ കമ്പനി എന്നതായിരുന്നു അതിൻ്റെ ആദ്യകാല നാമം. ഈ കമ്പനിയുടെ രൂപീകരണം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രൂപീകരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇനി സുവാലി യുദ്ധം എന്ന് പറഞ്ഞൊരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തിൽ വെച്ച് ബ്രിട്ടീഷ് നാവികനായ ക്യാപ്റ്റൻ ബെസ്റ്റ് ഒരു പോർച്ചുഗീസ് കപ്പൽ പടയെ പരാജയപ്പെടുത്തി. അതാണ് സുവാലി യുദ്ധം എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. സൂറത്തിൽ വെച്ച് ബ്രിട്ടീഷ് നാവികനായിട്ടുള്ള ക്യാപ്റ്റൻ ബെസ്റ്റ് ഒരു പോർച്ചുഗീസ് കപ്പൽ പടയെ പരാജയപ്പെടുത്തി. അത് സുവാലി യുദ്ധം എന്നറിയപ്പെട്ടു. 1612 ഈ സംഭവം. അതിനുശേഷം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറുമെല്ലാം അറിയുന്നുണ്ട്. അതറിഞ്ഞ് ജഹാംഗീർ എന്ത് ചെയ്തു? കമ്പനി പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ ഹോക്കിൻസിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവിടെ എത്തിയ ഈ കമ്പനി പ്രതിനിധി ക്യാപ്റ്റൻ ഹോക്കിൻസ് നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്നും അനുമതി വാങ്ങി. എന്തിന്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കാൻ. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി സൂറത്തിൽ താപ്തി നദിക്കരയിൽ 1613 സ്ഥാപിക്കപ്പെട്ടു. 1612 സുവാലി യുദ്ധം നടക്കുന്നത്. തൊട്ടടുത്ത വർഷം 1613 താപ്തി നദിക്കരയിൽ സൂറത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്നത്. ഇനി അന്നത്തെ ഇന്ത്യയുടെ ഒരു ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 സ്ഥലം നമുക്ക് കാണാം. തൊട്ടടുത്തായിട്ട് കർണാട്ടിക് ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, മൈസൂറുണ്ട്, മറാത്തയുണ്ട്, ബംഗാളുണ്ട്. പിന്നെ ഇന്ത്യയുടെ മുകൾ ഭാഗത്തെല്ലാം ആ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് എന്തെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കൈക്കലാക്കിയതെന്നുള്ളതാണ്. ദത്തവകാശം, സിഖ് കലാപം തുടങ്ങിയവ കൊണ്ടാണ് ഇന്ത്യയുടെ മുകൾ ഭാഗത്തോട്ടുള്ള സ്ഥലങ്ങൾ, നോർത്ത് ഇന്ത്യ മെയിനായിട്ട് ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം കൊണ്ട് ബംഗാൾ കൈക്കലാക്കി. മൈസൂർ യുദ്ധങ്ങൾ കൊണ്ട് മലബാറും കൂർഗും മൈസൂറും. മറാത്ത യുദ്ധങ്ങൾ കൊണ്ട് മറാത്ത കൈക്കലാക്കി. സൈനിക സഹായ വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ മുതലായ നാട്ടുരാജ്യങ്ങൾ കൈക്കലാക്കുന്നത്. ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഝാൻസി, സത്താറ, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നത്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 3 കച്ചവട താവളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്: മദ്രാസ്, ബോംബെ, കൽക്കട്ട.
മദ്രാസ്, ബോംബെ, കൽക്കട്ട. മദ്രാസ് പ്രസിഡൻസി വരുന്നത് കർണാട്ടിക്കിൻ്റെ അകത്തും കൽക്കട്ട പ്രസിഡൻസി വരുന്നത് ബംഗാളിൻ്റെ അകത്തും ബോംബെ വരുന്നത് മറാത്തയ്ക്കകത്തുമായിരുന്നു. ഇനി എങ്ങനെ ഈ 3 ട്രേഡ് സെൻറ്റേഴ്സ് ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകാമെന്ന ഉപാധിയോടെ അന്നത്തെ പ്രാദേശിക രാജാവ് ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് ഈ മദ്രാസ് തുറമുഖം ആർക്ക് നൽകി? ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനം അഥവാ നികുതി വരുമാനത്തിന് പകുതി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രാദേശിക രാജാവായ ധമർല വെങ്കടാദ്രി നായക ഈ മദ്രാസ് തുറമുഖം ആർക്ക് നൽകി? ബ്രിട്ടീഷുകാർക്ക് നൽകി. ദീർഘകാലത്തേക്കാണ് നൽകുന്നത്. അതിനുശേഷം 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാത്തറീനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. അഥവാ ബോംബെ നമുക്ക് എന്തെന്ന് പറയാം? സ്ത്രീധനമായി കിട്ടിയ സ്ഥലമെന്ന് പറയാം. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാത്തറീനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശം. അത് പിന്നീട് അദ്ദേഹം ആർക്ക് കൈമാറി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അങ്ങനെ ബോംബെയും ആരുടെ കയ്യിലെത്തി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി. ഇനി അതിനുശേഷം 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത ഒരു കോട്ടയുണ്ട്. വില്യം കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് പിൻകാലത്ത് കൽക്കട്ടയായി മാറിയത്. അങ്ങനെ 1639 മദ്രാസ് ഇവർ കൈക്കലാക്കുന്നു. 1662 ബോംബെ കൈക്കലാക്കുന്നു. 1698 നിർമ്മിക്കപ്പെട്ട വില്യം കോട്ടയാണ് പിന്നീട് കൽക്കട്ടയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഈ 3 കച്ചവട താവളങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം അങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ്. ഇനി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ എവിടെ വെച്ച് നടന്നു? യുദ്ധം നടന്നത് ഇന്ത്യയിലാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ കർണാട്ടിക് യുദ്ധങ്ങൾ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നമുക്കുള്ളത്. ഈ 3 കർണാട്ടിക് യുദ്ധങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം.